കീം പ്രവേശന നടപടികളിലേക്ക് സർക്കാർ ഓപ്ഷൻ ക്ഷണിച്ചുള്ള അറിയിപ്പ് ഉടനുണ്ടാകും. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ദ്രുതഗതിയിൽ നടപടികൾ പൂർത്തിയാക്കിയാണ് പുതിയ റാങ്ക് പട്ടിക ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ചത്. റാങ്ക് പട്ടിക വൈകിയാൽ വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികളെ ബാധിക്കുമെന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഉടൻ പട്ടിക തയ്യാറാക്കിയത്. മാനസ ചേരുകയാണ്. സംസ്ഥാനത്തെ കീമിൻ്റെ പുതിയ റാങ്ക് പട്ടിക ഇന്നലെ വൈകിട്ട് പ്രസിദ്ധീകരിച്ചു. ഓപ്ഷൻ ക്ഷണിച്ചുള്ള അറിയിപ്പ് ഉടനുണ്ടാകും. കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയത്. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് കോടതി വിധിയിൽ നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിരുന്നു. ഈ പുതിയ റാങ്ക് പട്ടിക ഇന്നലെ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഒന്നാം റാങ്ക് അടക്കം മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും കുട്ടികളുടെ പ്രവേശനത്തെ ഇത് ബാധിക്കാൻ പാടില്ല എന്നൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. ഓഗസ്റ്റ് 14 മുമ്പ് അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് തന്നെ ഇനിയൊരു അപ്പീലിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ റാങ്ക് പട്ടിക ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഹൈക്കോടതിയുടെ വിധിയുണ്ടായത്. ഇന്നലെ രാത്രി തന്നെ പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. റാങ്കുകളിൽ അടക്കം മാറ്റമുണ്ടായിട്ടുണ്ട്. സംസ്ഥാന സിലബസ് എഴുതിയ കുട്ടികൾക്കാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നത്. സർക്കാരിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് എന്നുള്ളതാണ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞത്. നീതി ലഭ്യമാക്കുക, സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്കും അർഹമായ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടത്. മാനസ ചേരുകയാണ്. മാനസ, എങ്ങനെയാണ് കീമുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നത്? ഷമി, അല്പസമയം മുൻപ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടു. കഴിഞ്ഞ ദിവസവും മന്ത്രി വ്യക്തമാക്കിയത് ഇക്കാര്യം തന്നെയാണ്. അതായത് അടുത്ത വർഷം ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെയും തന്നെ, അതായത് സംസ്ഥാന സിലബസും അതോടൊപ്പം തന്നെ CBSE സിലബസും രണ്ടും തമ്മിലുള്ള അതായത് പ്ലസ് 2 മാർക്ക് ഏകീകരണവുമായി മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന സിലബസിനും അതിൻ്റെതായ പ്രാധാന്യം ലഭിക്കും, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക. കഴിഞ്ഞ ദിവസമാണ് മന്ത്രി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് ഈ ഡിവിഷൻ ബെഞ്ച് ഹർജി സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരിപാടികളൊക്കെയും തന്നെ പൂർത്തീകരിക്കേണ്ട ഒരു സാഹചര്യമാണ്. വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾക്കൊക്കെയും തന്നെ കാലതാമസം വരുന്ന ഒരു ഘട്ടവുമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫലം പ്രസിദ്ധീകരിക്കുക എന്നത് മാത്രമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതേ രീതിയിൽ തന്നെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മാനിച്ച്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ മാനിച്ച് അതേ രീതിയിലുള്ള ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുകയായിരുന്നു. ഇതിൽ പ്രധാനമായും ഈ ഒരു മാർക്ക് ഏകീകരണം നടക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായും കാണുന്നത്, അതായത് ഒന്നാം സ്ഥാനത്ത് ആദ്യ റാങ്ക് ലിസ്റ്റിൽ സംസ്ഥാന സിലബസ്, അതായത് കേരള സിലബസ് വിദ്യാർത്ഥിയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ ആ വിദ്യാർത്ഥി 7ാം സ്ഥാനത്ത് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ CBSE വിദ്യാർത്ഥികൾക്കായിരിക്കും ഒരുപക്ഷെ ഈ ഒരു മാർക്ക് ഏകീകരണം വരുന്നത് വരെ മുൻഗണന ഉണ്ടാകുന്ന ഒരു സ്ഥിതി നിലവിലുള്ളത്. അത് അടുത്ത വർഷം മുതൽ ഈ ഒരു സാധ്യതയും പരിശോധിച്ച് അടുത്ത വർഷം മുതൽ ഈ ഒരു കാര്യത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ സംസ്ഥാന സിലബസും ഒപ്പം CBSE സിലബസും ഈ ഒരു മാർക്ക് ഏകീകരണം വരുമ്പോൾ ഒരേ രീതിയിലുള്ള പ്രാധാന്യം ലഭിക്കുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ഉള്ളത്. കോടതി വ്യക്തമാക്കിയ കാര്യം എന്ന് പറയുന്നത് അവസാന നിമിഷം ഇത്തരത്തിൽ ഒരു മാറ്റം വരുത്തുന്നത് വലിയ രീതിയിൽ ബാധിക്കും, അത് സാധ്യമല്ല എന്നത് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഉടൻ തന്നെ മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം, രണ്ടാമത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കീമിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അതിൽ 21 വിദ്യാർത്ഥികളാണ് കേരള സിലബസിലെ ആദ്യ 100-ൽ ഇടം പിടിച്ചിരിക്കുന്നത്. ആദ്യഘട്ടം പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ ഒരുപക്ഷെ 46 കേരള സിലബസ് വിദ്യാർത്ഥികൾ ആദ്യ 100-ൽ ഇടം പിടിച്ചിരുന്നു. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു പ്രാധാന്യമില്ലായ്മ, അല്ലെങ്കിൽ കേരള സിലബസ് CBSE സിലബസിന് അത്ര പുരോഗമിക്കാത്ത ഒരു സാഹചര്യത്തിൽ, അതായത് മാർക്ക് ഏകീകരണം വരുന്നതോടുകൂടി അതിനൊക്കെയും തന്നെ ഒരു മാറ്റം ഉണ്ടാകും. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും ഏറെക്കുറെ പരിഹാരമാകുമെന്ന നിലയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. ഉടൻ തന്നെ അടുത്ത വർഷം മുതൽ ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം എന്ന് പറയുന്നത്. ഷമി, മാനസ, ഈ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? അവർക്ക് ഈ റാങ്ക് പട്ടികയിൽ
ഒരു തിരിച്ചടി നേരിട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ. അതാണ് ഷമി, അതായത് ആദ്യ റാങ്ക് ലിസ്റ്റിൽ ഇത്തരത്തിൽ തുടരാം. അതാണ് ഷമി, ആദ്യ റാങ്ക് ലിസ്റ്റിൽ ഇത്തരത്തിൽ ആദ്യ സ്ഥാനത്ത് നിന്നിരുന്നത് കേരള സിലബസിലെ വിദ്യാർത്ഥിയായിരുന്നു. അതുതന്നെയാണ് കേരളത്തിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. അതായത് കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള തിരിച്ചടിയാണ്. കാരണം ആദ്യഘട്ടത്തിൽ 46 കേരള സിലബസ് വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോൾ രണ്ടാം ഘട്ട റാങ്ക് ലിസ്റ്റിൽ 21 വിദ്യാർത്ഥികൾ മാത്രമായി ചുരുങ്ങുന്ന ഒരു സ്ഥിതി, അതുതന്നെയാണ് തിരിച്ചടിയായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാധ്യതയുമായി മുന്നോട്ട് പോകാമെന്ന നിലപാടിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എത്തിയിരിക്കുന്നത്. അത് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കേരള സിലബസും അതോടൊപ്പം തന്നെ CBSE സിലബസിലെ വിദ്യാർത്ഥികളും ഒരേ രീതിയിലുള്ള പരിഗണന ലഭിക്കുന്ന വിധത്തിലായിരിക്കും ഈ ഒരു മാർക്ക് ഏകീകരണം വരുന്നതോടുകൂടി ഉണ്ടാവുക. ആ ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് സർക്കാർ പോകുന്നത്. പക്ഷേ ഈ നിലവിൽ ഈ ഒരു ഘട്ടത്തിൽ ആദ്യ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് റദ്ദാക്കിയ സാഹചര്യത്തിൽ കുട്ടികൾക്ക് തന്നെയാണ് അത് ബാധിക്കുന്നത്. കുട്ടികളുടെ പ്രവേശന നടപടികൾ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് അധികം വൈകിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ഫലം പ്രസിദ്ധീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഫലം പ്രസിദ്ധീകരിച്ചത്. അതിൽ നമ്മൾ കണ്ടതാണ് ആദ്യഘട്ടത്തിൽ 1-ാം സ്ഥാനത്ത് കേരള സിലബസിലെ വിദ്യാർത്ഥിയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ആ കേരള സിലബസിലെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം വന്ന 2-ാം റാങ്ക് ലിസ്റ്റിൽ 7-ാം സ്ഥാനത്ത് എത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സ്ഥിതിയിലേക്ക് പോകുന്നത് ഈ ഒരു മാർക്ക് ഏകീകരണം വരുന്നതോടുകൂടി ഏറെ സാധ്യമാകുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. പക്ഷേ നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ കോടതി പറയുന്നത് അനുസരിക്കുക എന്നത് മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ റാങ്ക് പട്ടിക അനുസരിച്ചുള്ള പ്രവേശന നടപടികൾ തുടരുകയാണ്. മാനസയാണ് വിശദാംശങ്ങൾ നൽകിയത്.